ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടറായിട്ടുള്ള ശ്രീലക്ഷ്മി പാചക വിദഗ്ധനായിട്ടുള്ള ഷെഫ് പിള്ളയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു ജെന്യൂനായിട്ട് റൊട്ടീനായിട്ട് ചെക്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ഭീകരമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ മാറുള്ളൂ. ഇപ്പം നമ്മൾ കണ്ട പിക്ചർ എന്നൊക്കെ പറയുന്നത് പ്രോസസ്സ് ചെയ്ത മീറ്റാണ്. ഓൾറെഡി അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പഴകിയ ഇറച്ചി അത് ഏതെങ്കിലും കോൾഡ് സ്റ്റോറേജിൽ ഇത്രയും ഇവിടെ ഡിമാൻഡ് ഉണ്ട്, അതനുസരിച്ച് നേരത്തെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇത് പഴകുന്നത്. ഇത് ഫ്രോസൺ അല്ലാത്തൊരു ഫ്രഷ് ചിക്കൻ എപ്പോഴോ വാങ്ങി അല്ലെങ്കിൽ എപ്പോഴോ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എവിടേക്കോ സൂക്ഷിച്ചിട്ട് അത് ഇങ്ങനെ സപ്ലൈ ചെയിനിലേക്ക് എത്തുമ്പോൾ അതാണ് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് എത്തുക. അപ്പോൾ ഇത് ശരിക്കും ഒരു ഭക്ഷ്യസുരക്ഷ ഈ ഒരു രീതിയിലുള്ള ഒരു കനത്തമായ റെയ്ഡിൽ അത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മാത്രമല്ല, ഇത് എവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഒരു റൂട്ട് കോസിലേക്ക് പോയാണ് നമ്മൾ പ്രശ്നം തീർക്കേണ്ടത്. ഒരു സ്ഥാപനത്തിലൊരു മീറ്റൊക്കെ എത്തുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. അതിന് എത്ര ഡിഗ്രിക്കകത്ത് അനുവദനീയമായ ഡിഗ്രിയിലാണോ ആ ഒരു താപനില ആ മീറ്റിനകത്തുള്ളത്. ഇപ്പോൾ ഒരു സീ ഫുഡ് അപ്പോൾ ഫ്രോസൺ ആയിട്ട് തരുന്ന പ്രൊഡക്റ്റ് 18 ഡിഗ്രി -18 ഡിഗ്രിയിലോ അല്ല അതിന് മുകളിലോ ആയിരിക്കണം. അപ്പോൾ 16-14 ഡിഗ്രിയിലാണെങ്കിൽ നമ്മളത് വാങ്ങിക്കാൻ പോലും പാടില്ല, ഈവൻ ഒരു ഐസ്ക്രീം ആയാൽ പോലും. അപ്പോൾ ശുചിയായ ഭക്ഷണം ചീപ്പല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മലയാളികൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പച്ചമുട്ട ചേർത്ത മയനൈസ് നിരോധിച്ചു എന്ന് പറയും. പക്ഷേ അതൊരു നിരോധനം കൊണ്ട് എന്തുണ്ടാവാനാണ്? മുട്ടയല്ല വില്ലൻ, അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു. ലോകരാജ്യങ്ങളിലെല്ലാം മയനൈസ് ഉള്ളതാണ്. അപ്പോൾ അവിടെ ആരും ഇതല്ല നിരോധിക്കുക. അത് കൃത്യമായിട്ട് മുട്ടയുടെ മയനൈസ്, പച്ചമുട്ട വെച്ച് മയനൈസ് ഉണ്ടാക്കിയാൽ അതൊരു ടെമ്പറേച്ചർ ഉണ്ട് അത് സൂക്ഷിക്കേണ്ടത്. അത് ഒരു ഫ്രിഡ്ജ് ഉണ്ടാവണം. അത് ആ ഫ്രിഡ്ജിനകത്ത് വെച്ച് ആവശ്യാനുസരണം എടുത്തിട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഭക്ഷ്യസുരക്ഷയിൽ കേരളം 1-2 സ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ 2021-22 റിപ്പോർട്ട് പ്രകാരം 7ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷയിൽ ഇങ്ങനെ പിന്നോക്കം പോകുന്നതിൽ നിയമങ്ങൾ ഇനി കൂടുതൽ മാറ്റങ്ങൾ വേണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് ഇപ്പം നിയമങ്ങൾ മാറണം. എല്ലാ തൊഴിലാളികളും ഫുഡ് ഹാൻഡ്ലേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഒരു ഒഫീഷ്യൽ ലൈസൻസ്, ഒരു ഡ്രൈവറെ പോലാണ്. ഇപ്പോൾ ഡ്രൈവർ എല്ലാവർക്കും വാഹനങ്ങൾ ഓടിക്കാൻ അറിയാം, വേണമെങ്കിൽ ഒരു സ്റ്റിയറിംഗ് തിരിച്ച് വേണേൽ വണ്ടി ഓടിക്കാനുള്ള നോളജ് കിട്ടും. പക്ഷേ അയാൾക്ക് എന്തിനൊരു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു? ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആളും ഭക്ഷണം വിളമ്പുന്ന ആൾക്കും ഇങ്ങനൊരു ഫുഡ് ഹാൻഡ്ലിംഗ് ലൈസൻസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം.